ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ കോളിഫ്ലവർ കൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചൊരു കറി ഉണ്ടാക്കുകയാണ്. അത് ചപ്പാത്തിക്ക് കൂട്ടാം, നെയ്ച്ചോറിനൊപ്പം കൂട്ടാം. വെജിറ്റബിൾ ബിരിയാണി ആണെങ്കിൽ കട്ടി കുറച്ചിട്ട് നമുക്കത് തിക്ക് ഗ്രേവി ആക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകൾ: കോളിഫ്ലവർ, മഞ്ഞൾ, മുളക്, ഉപ്പ് എല്ലാം ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെല്ലാം കൂടെ പെരക്കി വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തേങ്ങാപ്പാൽ. ആദ്യത്തെ പാലാണ് തേങ്ങ പിഴിഞ്ഞതിൻ്റെ. പിന്നെ ഇതിൽ ഗരം മസാലപ്പൊടിയാണ്. പിന്നെ കുറച്ച് തക്കാളി സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു. എൻ്റെ ചീനച്ചട്ടിക്കകത്ത് കടുകിട്ടിട്ട് പൊട്ടുന്ന സമയത്ത് നമുക്ക് സവാള ഇടാം. കടുക് പൊട്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തു. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ചതച്ചതാണ് നമുക്ക് സവാള കൂടെ ഇട്ട് കൊടുക്കാം. സവാള ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴന്ന് വരട്ടെ. നമുക്ക് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം. സവാള മൂത്ത് വന്നിട്ടുണ്ട്. അധികം ബ്രൗൺ കളർ വേണ്ട, ഒന്ന് വഴന്നു വന്നാൽ മതി. അപ്പോൾ അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിനകത്തുള്ള മസാലകളെല്ലാം പെരക്കി വെച്ചതിൻ്റെ കുറച്ച് വെള്ളം അതിലിരിപ്പുണ്ട്. എന്നിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കോളിഫ്ലവർ എപ്പോഴും ഒരു 4 തവണയെങ്കിലും കഴുകിയിരിക്കണം. ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫ്ലവർ കൊണ്ടുവന്നാൽ വെറുതെ ഒന്ന് കഴുകും ആദ്യം. അത് കഴിഞ്ഞ് ഉപ്പിട്ട വെള്ളത്തിൽ ഇതിൻ്റെ പൂവുകളെല്ലാം അടർത്തിയിട്ട് വയ്ക്കും. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അതിൽ നിന്നെടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലിട്ട് വയ്ക്കും. അങ്ങനെ 3 തവണ കഴുകിയ ശേഷം പിന്നെ പ്ലെയിൻ വെള്ളത്തിൽ കുറേ സമയം ഇട്ട് വയ്ക്കുമ്പം ഇതിനകത്ത് എന്തെങ്കിലും പുഴുക്കളോ പ്രാണികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം പോയി കിട്ടും. പിന്നെ നല്ല ഫ്രഷുമാവും. ഒരല്പം വാടിയതാണെങ്കിൽ പോലും ഒത്തിരി സമയത്തിൽ വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് ഈ കോളിഫ്ലവറിൻ്റെ പൂവുകൾ ഒന്ന് നല്ല കട്ടിയായിട്ടിരിക്കും. അല്ലെങ്കിൽ വാടിയതുപോലെ ഇരിക്കുന്നത് കറി ഉണ്ടാക്കിയാൽ നന്നാവില്ല. നമ്മുടെ കോളിഫ്ലവറിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കൂടെ വേവാനുണ്ട്. ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം. അതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം കുറച്ചുകൂടെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു നേരത്തെ കോളിഫ്ലവർ. അപ്പോൾ അതിൽ ഉപ്പ് കാണും. ഉപ്പിന് ശേഷം നോക്കിയിട്ട് എടുക്കാം. ശേഷം നമുക്ക് ഈ തക്കാളി സോസ് ഒഴിക്കണം. കുറച്ച് ഗരം മസാല അവസാനം ഇടണം. തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാലാണ്, അതുകൂടെ ഒഴിക്കാം. ഒരു 10 മിനിറ്റിലാവും. വെന്ത് വെള്ളമെല്ലാം വറ്റി ചേർന്നിട്ടുണ്ട്. വെന്തു വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. തക്കാളി സോസ് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അധികം തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് തീ ഓഫ് ചെയ്യാം. ഒരു സൈഡിലൊരു തിള വരുന്ന സമയത്ത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം ഒരല്പം ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ടു. ഒരല്പം പെരുംജീരകപ്പൊടി. ഒന്ന് യോജിപ്പിക്കാം. ശേഷം തീ ഓഫ് ചെയ്യാം. തിക്ക് ഗ്രേവി ആയിട്ടുള്ള കോളിഫ്ലവർ. ഇനി ഇതിൽ മല്ലിയിലയും കരിവേപ്പിലയും കൂടെ ഇടാം. അത് ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോഴേക്ക് സെറ്റാവും. അങ്ങനെ എൻ്റെ നെയ്ച്ചോറും
റെഡിയായിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറാണ് ആദ്യം ഉണ്ടാക്കിയത്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ കോളിഫ്ലവറിൻ്റെ തേങ്ങാപ്പാലൊഴിച്ച കറിയാണ്. ഇതിനൊപ്പം പിന്നെ കുറച്ച് തൈര്, കട്ടത്തൈര്, ഇഞ്ചി, ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ കരിവേപ്പിലയും പച്ചമുളക് കൂടെ അരിഞ്ഞിടണം. ഒരല്പം ഉപ്പും ചേർത്ത് നമുക്കിതിനെ മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ടുള്ള കോളിഫ്ലവർ റെഡിയായിട്ടുണ്ട്. കരിവേപ്പില അടിയിൽ വെച്ച് കൊടുത്താലേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ടില്ലല്ലോ, കഴിക്കാറാവുമ്പോഴേക്ക് സെറ്റാവും. ഓക്കെ, ഇപ്പം എല്ലാവരും ഇതുപോലെ എല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഒഴിവ് ദിവസങ്ങളിൽ നെയ്ച്ചോറ്, വെജിറ്റബിൾ ബിരിയാണി, നോൺ വെജ് ബിരിയാണി എല്ലാം ഉണ്ടാക്കാമല്ലോ. നോൺ കഴിക്കാത്തവർക്ക് വെജിറ്റബിൾ വെച്ചും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കരിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്വല്പം ഉപ്പ് പൊടി കൂടെ ഇടണം. പിന്നെ കട്ടത്തൈരിനകത്തേക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇന്നൊരു ഉച്ചയൂണ് നല്ല സവിശേഷമായ ഉച്ചയൂണ്, രുചികരമായ ഹെൽത്തിയായ ഉച്ചയൂണാണ്. ഊണെന്ന് പറഞ്ഞാൽ ബിരിയാണി, നെയ്ച്ചോറ്, പിന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും നല്ല സന്തോഷവും മനസ്സ് നിറയുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.